ഇങ്ങനെ അല്ലല്ലോ, ശരിക്കും ശിക്ഷ കിട്ടേണ്ട ഒരു കേസാണ്. പിതാവിൻ്റെ ആശുപത്രി ബില്ല് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വരികയും ഈ കുട്ടിയോട് മോശമായി പെരുമാറുകയും ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. ഓരോ കുട്ടികൾ ഇപ്പം എൻ്റെ ന്യൂസ് കണ്ടിട്ടാണ് ഓരോ കുട്ടികൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാക്യത്ത് കോയയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൊഴിയെടുക്കാൻ പോയിണ്ടായിരുന്നു, ഒക്കെ ഇതാക്കിയിട്ടും ഓരോ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒന്നും അന്വേഷിക്കാനോ ഇതാക്കാനോ ഒന്നും പോയിട്ടില്ലായിരുന്നു. അവർക്ക് അത്രയും പിടിപാടുള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതാണെന്ന് എനിക്ക് മനസ്സിലായിപ്പം. എന്തുകൊണ്ട് ഇതിലൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. അവർക്ക് എന്താണ് ഇതിലെ പ്രശ്നം എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരുടെ കൃത്യനിർവഹണം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പല ലൊക്കേഷനുകളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇയാൾ ഓൺലൈനിലുള്ളതും ഒക്കെ. പക്ഷെ ആ സമയത്തൊന്നും ഇയാൾ അറസ്റ്റ് ചെയ്യാതെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ വാക്യത്ത് കോയ എന്നയാൾ ചാരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കാര്യം നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകുന്ന തരത്തിലടക്കം പോയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാക്യത്ത് കോയയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആ പെൺകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു. വാക്യത്ത് കോയ എന്ന് പറയുന്ന ആൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം. എന്നാലും ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പറയുക? നമ്മളിപ്പോൾ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. ഇതുവരെയായിട്ടും നമ്മളങ്ങനെ അത്രയ്ക്കും നമ്മൾ പുറകെ നടന്നിട്ടും നമ്മൾ മൊഴിയെടുക്കാൻ പോയിണ്ടായിരുന്നു, ഒക്കെ ഇതാക്കിയിട്ടും ഓരോ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒന്നും അന്വേഷിക്കാനോ ഇതാക്കാനോ ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം അത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ജാമ്യം കിട്ടാനുള്ള സാഹചര്യം വന്നത്. അപ്പം അതിൽ നല്ലൊരു സങ്കടം ഉണ്ട് എനിക്ക്. കാരണം എന്നെപ്പോലെ അങ്ങനത്തെ കുട്ടികളെ ഇതാക്കി എനിക്കും അങ്ങനത്തെ ഒരു അനുഭവം വന്നു. അപ്പം ഇങ്ങനെ അല്ലല്ലോ, ശരിക്കും ശിക്ഷ കിട്ടേണ്ട ഒരു കേസാണ്. അപ്പം ഇങ്ങനെ ഒരു ഒരു ഇതാക്കി ഒരു നിസ്സാരാക്കി എടുത്തുകൊണ്ടാണ് ഇപ്പം ജാമ്യം കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നത്. അതിൽ നല്ലൊരു സങ്കടം ഉണ്ട്. വാക്യത്ത് പോയ വേറെയും സ്ത്രീകളെ ഇത്തരത്തിൽ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കില്ലേ? തീർച്ചയായിട്ടും തുടരും. കാരണം അവർക്ക് അത്രയും പിടിപാടുള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം. ഓരോ കുട്ടികൾ ഇപ്പം എൻ്റെ ന്യൂസ് കണ്ടിട്ടാണ് ഓരോ കുട്ടികൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനിയും തുടരും തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇനിയും തുടരും, ഉറപ്പാണ്. ഇനി തുടർ നടപടികൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ഇത്. എന്തായാലും വരുന്ന വഴിക്ക് നോക്കാം. ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തക്കീൽ നമ്മളോടൊപ്പം ഉണ്ട്. ഈ വാക്യത്ത് പോയക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന് കാരണം എന്താ? അതല്ലേ ഇപ്പോൾ ഈ വിഷയമൊന്ന് പറയണല്ലോ. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ സ്വന്തം പിതാവ് ബില്ലടയ്ക്കാൻ പണമില്ലാതെ അവിടെ ഹോസ്പിറ്റലുകാർ പിടിച്ചു വെച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മളൊരു സോഴ്സിൽ കൂടി അറിഞ്ഞ് അവരെ സഹായിക്കാൻ ചെന്നതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു. ആ പിതാവിനെ അവിടുന്ന്, ആ കുട്ടിയെയും പിതാവിനെയും അവിടുന്ന് നമുക്ക് വേറൊരു വാടക വീട് എടുത്ത് അവർക്ക് താമസിക്കാൻ തൽക്കാലം സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ അതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പിതാവിൻ്റെ ആശുപത്രി ബില്ല് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വരികയും ഈ കുട്ടിയോട് മോശമായി പെരുമാറുകയും ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് സാറിനോട് ഈ വിഷയം സംസാരിക്കുകയും അദ്ദേഹം സ്ഥലം ചാർജുള്ള നടക്കാവ് എസ് ഐക്ക് പിന്നെ നിർദ്ദേശം കൊടുക്കുകയും അവരെന്നെ വിളിക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പിന്നെ ഞാൻ അവരെ നിരവധി തവണ ഇതിന് ശേഷവും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഉണ്ടായിട്ടില്ല. അവർ ഇപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇടപെടുന്ന ആളാണ്. ഓരോ വിഷയത്തിലും സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് പല പ്രശ്നങ്ങളും സ്വന്തമായ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല വിഷയങ്ങളും ഇടപെടുന്ന ഒരാളെന്നില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ നമ്മളെയോ വിക്ടിമിനെയോ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു വിവരം തരണം. ഇതിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് പോലീസ് കമ്മീഷണർ നമുക്കറിയാം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും
കീഴ് ഉദ്യോഗസ്ഥർക്ക് വളരെ നിർദ്ദേശം കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പോലീസ് ഓഫീസറാണ് നാരായണൻ സാർ. അതേപോലെ തന്നെ ACP അശോക് സാറിനെ കുറിച്ചും നമുക്ക് അതേ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHOയും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. SI എന്തുകൊണ്ട് ഇതിലൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. അവർക്ക് എന്താണ് ഇതിലെ പ്രശ്നം എന്നത് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അവരെ ഒരു വ്യക്തിപരമായി ആക്ഷേപിക്കല്ല, അവരൊക്കെ നമ്മുടെ സർക്കാർ സർവൻസാണ്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്ന ആളുകളുടെ ഭാഗത്തുള്ള തെറ്റുകൾ, അത് ആണായാലും പെണ്ണായാലും അവരെ കുറിച്ച് പ്രതികരിക്കാനും അല്ല അവരെ വിമർശിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ രീതിയിലാണ് ഞാൻ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരു സഹോദരി എന്ന നിലയിൽ അവരെ വിമർശിക്കുകയല്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരുടെ കൃത്യനിർവഹണം കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾ ഈ വാക്യത്ത് കോയ എന്ന് പറയുന്ന ആള് പുറത്തൂടെ നടന്നു. നമ്മൾ ഈ കുട്ടി പരാതി കൊടുത്തതിന് ശേഷം പല ലൊക്കേഷനുകളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇയാൾ ഓൺലൈനിലുള്ളതും ഒക്കെ. പക്ഷെ ആ സമയത്തൊന്നും ഇയാൾ അറസ്റ്റ് ചെയ്യാതെ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു അറിവ് അങ്ങനെയാണ്. അദ്ദേഹം പിന്നെ കോടതിയിൽ ഹാജരായി, സ്റ്റേഷനിൽ ഹാജരായി എന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അത്രയും സാഹചര്യം ആൾക്ക് ഒരുക്കി കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മൾ മേൽപ്പറഞ്ഞ നന്മ നിറഞ്ഞ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഒരു ആരോപണം വന്ന് പല ആളുകളും പ്രതികരിച്ച സമയത്ത് വാക്യത്ത് കോയ സ്വാധീനമുള്ളവനാണ്, പല ആളുകളായിട്ട് ഉന്നത ബന്ധമുള്ള ആളാന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പിന്നെ ACPയും അതേപോലെ SHOയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ കൃത്യമായി ചെയ്തില്ല എന്നുള്ള ഒരു ആരോപണം അതിജീവിതക്കും ഉണ്ട്, എനിക്കുണ്ട്. അത് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബവും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലും ആരോപിക്കുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.